Hi, I'm Shamir. Welcome back. Learn English through reading newspaper. Reading newspaper is really important for improving your English speaking skills. Please watch the video till the end. Definitely this video will help you to learn English. ഇന്ന് നമ്മൾ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് ഒരു ഹിന്ദു ന്യൂസ് പേപ്പറാണ്. ജൂൺ 22 2026 ജൂൺ 22 2026 മൺഡേ തിങ്കളാഴ്ച ദിവസത്തെ ന്യൂസ് പേപ്പറാണ്. ഹിന്ദു ന്യൂസ് പേപ്പറാണ്. ഓക്കെ, ഇന്നത്തെ വാർത്തയുടെ തലക്കെട്ട് ഇതാണ്: യൂട്യൂബർ യൂട്യൂബർ പിടിയിലായി. ഓക്കെ, യൂട്യൂബറെ അറസ്റ്റ് ചെയ്തു. ഇതാണ് ഇവിടെ സാധാരണയായിട്ട് പത്രങ്ങളുടെ തലക്കെട്ടുകളിൽ ഓക്സിലറി വെർബുകൾ നൽകാറില്ല. ഇവിടെ യൂട്യൂബർ പിടിയിലായി എന്ന് വായിക്കണമെങ്കിൽ ഇങ്ങനെ വായിക്കണം: യൂട്യൂബർ വാസ് ഹെൽഡ്. യൂട്യൂബറെ പിടികൂടി, യൂട്യൂബർ അറസ്റ്റിലായി. ഓൺ ചാർജ് ഓഫ് പോസ്റ്റിംഗ് അബ്സീൻ കോണ്ടന്റ്. കോണ്ടന്റ് എന്നാൽ ഉള്ളടക്കം എന്നുള്ള അർത്ഥം. കോണ്ടന്റ്. അബ്സീൻ എന്നാൽ അർത്ഥം അശ്ലീലമായ എന്നുള്ള അർത്ഥമാണ്, വളരെ മോശപ്പെട്ട. അബ്സീൻ കോണ്ടന്റ്, അശ്ലീലമായ ഉള്ളടക്കം. ഇവിടെ ഇത് അബ്സീൻ കണ്ടന്റ് എന്ന് വായിക്കരുത്. കണ്ടന്റ് എന്ന് പറഞ്ഞാൽ സന്തുഷ്ടനായ എന്നുള്ള അർത്ഥം, സന്തോഷവാനായ എന്ന അർത്ഥം. ഇപ്പോൾ ഞാൻ പറയാണ് ഐ ആം കണ്ടന്റ്, അതിനർത്ഥം ഞാൻ സന്തോഷവാനാണ് എന്നുള്ള അർത്ഥമാണ്. ഇവിടെ ഉള്ളടക്കം എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ കോണ്ടന്റ് എന്ന് ഉപയോഗിക്കണം. എഴുതുമ്പോൾ ഒരുപോലെ ആയിരിക്കും, പക്ഷേ ഉച്ചാരണങ്ങൾ അർത്ഥം മാറുന്നതിനനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. ഓക്കെ, യൂട്യൂബർ ഹെൽഡ് ഓൺ ചാർജ് ഓഫ് പോസ്റ്റിംഗ് അബ്സീൻ കോണ്ടന്റ്. എന്താണ് ഇതിനർത്ഥം? നോക്കൂ, അശ്ലീല ഉള്ളടക്കം പോസ്റ്റ് ചെയ്തു എന്ന് ആരോപിച്ച് യൂട്യൂബറിനെതിരെ കേസെടുത്തു. അശ്ലീല ഉള്ളടക്കം പോസ്റ്റ് ചെയ്തു, അതിനെ തുടർന്ന് യൂട്യൂബർ പിടിയിലായി. ഇതാണ് തലക്കെട്ട്. തീർച്ചയായും ഈ വാർത്തയിൽ നിന്ന് നിങ്ങൾക്ക് പുതിയ വാക്കുകളോ പുതിയ പ്രയോഗങ്ങളോ പഠിക്കാനായിട്ട് സാധിച്ചേക്കും. ദി എറണാകുളം റൂറൽ സൈബർ പോലീസ് ഹാവ് ബുക്ക്ഡ്. ബുക്ക് എന്നതിന് ഇവിടെ അർത്ഥം കേസെടുക്കുക എന്നുള്ള അർത്ഥമാണ്. എറണാകുളം റൂറൽ സൈബർ പോലീസ് കേസെടുത്തു. കോൺട്രവേഴ്ഷ്യൽ സോഷ്യൽ മീഡിയ പേഴ്സണാലിറ്റി മുഹമ്മദ് നിഹാദ്. കോൺട്രവേഴ്ഷ്യൽ എന്നാൽ അർത്ഥം വിവാദപരമായ എന്നുള്ള അർത്ഥമാണ്. പേഴ്സണാലിറ്റി എന്നാൽ വ്യക്തിത്വം. പോപ്പുലർലി നോൺ ആസ് തൊപ്പി. ഇദ്ദേഹം അറിയപ്പെടുന്നത് ഈ പേരിലാണ്, തൊപ്പി എന്ന പേരിലാണ് അദ്ദേഹം പ്രശസ്തമായി അറിയപ്പെടുന്നത്. അദ്ദേഹത്തിനെതിരെ എറണാകുളം റൂറൽ പോലീസ് കേസെടുത്തു. ഫോർ അലേജഡ്ലി എന്നുള്ളത് ഇതിനർത്ഥം പത്രക്കാർക്ക് ലഭിച്ചിട്ടുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര്യമാണ്, ആരോപണം മാത്രമാണ്. ഇതുവരെ ആ കേസ് തെളിയിക്കപ്പെട്ടിട്ടില്ല, അതുകൊണ്ടാണ് അലേജഡ്ലി എന്ന് ഉപയോഗിച്ചിട്ടുള്ളത്. പോസ്റ്റിംഗ് അബ്സീൻ വിഷ്വൽസ്. അശ്ലീലമായ ദൃശ്യങ്ങൾ പോസ്റ്റ് ചെയ്തു ത്രൂ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസ്. സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസ് എന്നാൽ അർത്ഥം ഓൺലൈൻ സംപ്രേഷണ സേവനങ്ങൾ എന്നുള്ള അർത്ഥമാണ്. യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം ഇതൊക്കെയാണ്. എറണാകുളം റൂറൽ സൈബർ പോലീസ് തൊപ്പി എന്ന പേരിൽ അറിയപ്പെടുന്ന വിവാദ സോഷ്യൽ മീഡിയ വ്യക്തിയായ മുഹമ്മദ് നിഹാലിനെ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകൾ വഴി അശ്ലീല ദൃശ്യങ്ങൾ പോസ്റ്റ് ചെയ്തു എന്ന് ആരോപണത്തെ തുടർന്ന് പോലീസ് അദ്ദേഹത്തിൻ്റെ പേരിൽ കേസെടുത്തു. ദ പോലീസ് രജിസ്റ്റേർഡ് ദ കേസ് ഓൺ സാറ്റർഡേ. ശനിയാഴ്ച ദിവസം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. സാറ്റർഡേ നൈറ്റ്, ശനിയാഴ്ച ദിവസം രാത്രി. ഫോർ ദ പബ്ലിക്കേഷൻ എന്നാൽ പ്രസിദ്ധീകരണം എന്നുള്ള അർത്ഥമാണ്. ഫോർ ദ പബ്ലിക്കേഷൻ ഓഫ് അബ്സീൻ മെറ്റീരിയൽ ഓൺലൈനിലൂടെ അശ്ലീല വീഡിയോകൾ പ്രസിദ്ധീകരിച്ചതുമായി ബന്ധപ്പെട്ട് ശനിയാഴ്ച രാത്രി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതായി റൂറൽ സൈബർ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. എൻ ഓഫീസർ എന്നാൽ ഒരു ഉദ്യോഗസ്ഥൻ, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. പബ്ലിക്കേഷൻ എന്നാൽ പ്രസിദ്ധീകരണം, പ്രസിദ്ധീകരിക്കൽ. അബ്സീൻ മെറ്റീരിയൽ, അശ്ലീല ഉള്ളടക്കം. നിഹാദ് അലേജഡ്ലി എന്നാൽ ആരോപിക്കപ്പെടുന്നത്. നിഹാദ് ഇങ്ങനെ ചെയ്തു എന്നാണ് ആരോപിക്കപ്പെടുന്നത്. പോസ്റ്റഡ് അബ്സീൻ ഇമേജ് ഓഫ് ഹിസ് ഫ്രണ്ട്സ് ഓൺ സോഷ്യൽ മീഡിയ. അദ്ദേഹം അശ്ലീലമായിട്ടുള്ള ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹം പങ്കുവച്ച് പോസ്റ്റ് ചെയ്തു എന്നാണ് ആരോപിക്കപ്പെടുന്നത്. ഓഫ് ഹിസ് ഫ്രണ്ട്സ്, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെ ദൃശ്യങ്ങൾ. ഓൺ സോഷ്യൽ മീഡിയ ആഫ്റ്റർ, അതിനെ തുടർന്ന്, അതിനുശേഷം. ഹി ഹാഡ് എ ഫാൾ ഔട്ട് വിത്ത് ദം. ഫാൾ ഔട്ട് എന്നാൽ അർത്ഥം ശത്രുത എന്നുള്ള അർത്ഥമാണ്. വിത്ത് ദം എന്നാൽ അവരോട്. നിഹാദ് അവൻ്റെ സുഹൃത്തുക്കളുമായിട്ട് ശത്രുതയിലാണ്. അതിനെ തുടർന്ന്
ആ ശത്രുതയെ തുടർന്ന് അദ്ദേഹം അവരുടെ അശ്ലീല ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു എന്നാണ് ആരോപിക്കപ്പെടുന്നത്. ദ കേസ് വാസ് രജിസ്റ്റേർഡ്. കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടു. ബേസ്ഡ് ഓൺ എ കംപ്ലൈൻറ്റ്, ഒരു പരാതിയെ അടിസ്ഥാനമാക്കി. ഫയൽഡ് ബൈ ലോയർ ശ്രീജിത്ത് പെരുമണ. ഫയൽ എന്നാൽ പരാതി നൽകുക എന്നുള്ള അർത്ഥമാണ്. അഭിഭാഷകനായിട്ടുള്ള ശ്രീജിത്ത് പെരുമന നൽകിയിട്ടുള്ള പരാതിയെ അടിസ്ഥാനമാക്കിയിട്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തു. ദ ലോയർ, അഭിഭാഷകൻ. മൂവ് എന്നാൽ ഇവിടെ അർത്ഥം സമീപിക്കുക എന്നുള്ള അർത്ഥമാണ്. ഈ അഭിഭാഷകൻ സമീപിച്ചു ദ പോലീസിനെ സമീപിച്ചു. സീക്കിംഗ് എ പ്രോബ് എന്നാൽ അന്വേഷണം. സീക്ക് എന്നാൽ തേടുക, ആവശ്യപ്പെടുക, ഇതൊക്കെയാണ് അർത്ഥം. സീക്കിംഗ് എ പ്രോബ്, ഒരു അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട്. ഇൻടു എ സീരീസ് ഓഫ് അലഗേഷൻസ് എന്നാൽ ആരോപണങ്ങൾ. ലെവൽഡ് ബൈ ഹിസ് ഫ്രണ്ട്സ് അഗെയിൻസ്റ്റ് ഈച്ച് അതർ എന്നാൽ പരസ്പരം എന്നുള്ള അർത്ഥമാണ്. ലെവൽഡ് അഗെയിൻസ്റ്റ് ഈച്ച് അതർ എന്നാൽ പരസ്പരം ഉന്നയിച്ച എന്നുള്ള അർത്ഥമാണ്. അഗെയിൻസ്റ്റ് എന്നാൽ എതിരായി. ആഫ്റ്റർ അതിനുശേഷം. ആഫ്റ്റർ ദേ പാർട്ടഡ് വേസ് റീസൺലി എന്നാൽ അടുത്തിടെ. പാർട്ടഡ് വേസ് എന്നാൽ വേർപിരിഞ്ഞു എന്നുള്ള അർത്ഥമാണ്. അടുത്തിടെ അവർ വേർപിരിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ പരസ്പരം ഉന്നയിച്ച ഒരുപാട് ആരോപണങ്ങളുണ്ട്. അതുമായിട്ടുള്ള അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അഭിഭാഷകൻ പോലീസിനെ സമീപിച്ചു. ദ സ്റ്റേറ്റ് പോലീസ് ചീഫ്, സംസ്ഥാന പോലീസ് മേധാവി. ഹാഡ് ഓർഡേർഡ്, ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നു. എ പ്രോബ്, ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നു. ഇൻടു ദ കംപ്ലൈൻറ്റ്, ഈ പരാതിയുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം നടത്താൻ ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നു. വിച്ച് മെൻഷൻഡ്, ആ പരാതിയിൽ ഉന്നയിച്ചിട്ടുള്ളത്. അലേജ്ഡ് ഒഫൻസസ്, അതിൽ ആരോപിക്കപ്പെട്ടിട്ടുള്ള കുറ്റകൃത്യങ്ങൾ. ഇൻക്ലൂഡിംഗ് എന്നാൽ അടക്കം. ഇൻക്ലൂഡിംഗ് സെക്ഷുവൽ അബ്യൂസ് ഓഫ് മൈനേഴ്സ്, പ്രായപൂർത്തി ആകാത്തവർക്കെതിരെയുള്ള ലൈംഗിക ചൂഷണം. ഡ്രഗ് യൂസ്, മയക്കുമരുന്നുകളുടെ ഉപയോഗം. ആൻഡ് അബ്സെനിറ്റി എന്നാൽ അസഭ്യത എന്നുള്ള അർത്ഥമാണ്. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് എതിരെയുള്ള ലൈംഗിക പീഡനം, മയക്കുമരുന്ന് ഉപയോഗം, അശ്ലീലമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന ആരോപിക്കപ്പെടുന്ന കുറ്റകൃത്യങ്ങൾ പരാമർശിച്ചിട്ടുള്ള പരാതിയിൽ അന്വേഷണം നടത്താൻ സംസ്ഥാന പോലീസ് മേധാവി ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നു. എങ്കിലും ദ കൊച്ചി സിറ്റി സൈബർ പോലീസ് ആൻഡ് ദ കളമശ്ശേരി പോലീസ്, കൊച്ചി സിറ്റി സൈബർ പോലീസും കളമശ്ശേരി പോലീസും ഹാഡ് ഏർലിയർ കണ്ടക്റ്റഡ് പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻസ്. പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻസ് എന്നാൽ പ്രാഥമികമായിട്ടുള്ള അന്വേഷണങ്ങൾ. ഇൻടു ദ കംപ്ലൈൻറ്റ്, ഈ പരാതിയുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായിട്ടുള്ള അന്വേഷണം നടത്തിയിട്ടുണ്ടായിരുന്നു. എങ്കിലും ദേ ഹാഡ് നോട്ട് രജിസ്റ്റേർഡ്, അവർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. റിപ്പോർട്ടുകൾ പ്രകാരം. ആഫ്റ്റർ ഫൈൻഡിങ് ദാറ്റ്, അത് കണ്ടെത്തിയതിനെ തുടർന്ന്. ഫൈൻഡിങ് എന്നാൽ കണ്ടെത്തൽ. അത് കണ്ടെത്തിയതിനെ തുടർന്ന്. ദി അലേജ്ഡ് ഒഫൻസസ്, ആരോപിക്കപ്പെടുന്ന കുറ്റകൃത്യങ്ങൾ, അദ്ദേഹത്തിനെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ. ഡിഡ് നോട്ട് ഒക്കർ എന്നാൽ സംഭവിക്കുക എന്നുള്ള അർത്ഥമാണ്. ഡിഡ് നോട്ട് ഒക്കർ, അത് സംഭവിച്ചിട്ടില്ല. വിത്തിൻ ദെയർ ജൂറിസ്ഡിക്ഷൻ എന്നാൽ അർത്ഥം അധികാരപരിധി എന്നുള്ള അർത്ഥമാണ്. പരാതിയുടെ അടിസ്ഥാനത്തിൽ കൊച്ചി സിറ്റി സൈബർ പോലീസും കളമശ്ശേരി പോലീസും മുമ്പ് പ്രാഥമികമായിട്ടുള്ള അന്വേഷണം നടത്തിയിരുന്നു. എന്നാൽ ആരോപിക്കപ്പെടുന്ന കുറ്റകൃത്യങ്ങൾ അവരുടെ അധികാര പരിധിക്കുള്ളിൽ നടന്നിട്ടില്ലെന്ന് കണ്ടെത്തി. അതിനെ തുടർന്ന് അവർ കേസുകളൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. റിപ്പോർട്ടുകൾ പറയുന്ന വിവരമാണിത്. ദ റൂറൽ പോലീസ് ആക്ട്, റൂറൽ പോലീസ് നടപടി സ്വീകരിച്ചു. ഓൺ ദ കംപ്ലൈൻറ്റ്, പരാതിയുടെ അടിസ്ഥാനത്തിൽ. ആസ് ദി അലേജ്ഡ് ഒഫൻസ് ഓഫ് സ്ട്രീമിംഗ് അബ്സീൻ കോണ്ടൻറ്റ് എന്നാൽ തത്സമയം പ്രക്ഷേപണം ചെയ്യുക, അശ്ലീലമായിട്ടുള്ള ഉള്ളടക്കമുള്ള വീഡിയോ പ്രക്ഷേപണം ചെയ്യുക. ടുക്ക് പ്ലേസ്, അതായത് ഇത് സംഭവിച്ചത് എന്നുള്ള അർത്ഥമാണ്. ഇത് പ്രക്ഷേപണം ചെയ്തത് ഫ്രം വാരാപ്പുഴ, അവിടെയാണ് നിഹാദ് വാസ് സ്റ്റേയിങ്, നിഹാദ് താമസിക്കുന്നുണ്ടായിരുന്നത്.
പോലീസ് സോഴ്സസ് പോലീസ് വൃത്തങ്ങൾ പറഞ്ഞു. നിഹാൽ താമസിച്ചിരുന്ന വാരാപ്പുഴയിൽ നിന്നാണ് അശ്ലീല ഉള്ളടക്കം ഉള്ള വീഡിയോ സ്ട്രീം ചെയ്തതെന്ന് ആരോപിക്കപ്പെടുന്ന കുറ്റകൃത്യം നടന്നതെന്ന് കണ്ടെത്തിയതിനാൽ റൂറൽ പോലീസ് പരാതിയിൽ നടപടി സ്വീകരിച്ചതായി പോലീസ് വൃത്തങ്ങൾ പറഞ്ഞു. മിസ്റ്റർ പെരുമന മീൻവൈൽ എന്നാൽ അതേസമയം അലേജ്ഡ് ദാറ്റ് അദ്ദേഹം ദ പോലീസ് ഹാവ് നോട്ട് ലുക്ക്ഡ് ഇൻ ടു ദ അലേജ്ഡ് ഒഫൻസസ്. ലുക്ക്ഡ് ഇൻ ടു എന്നാൽ അന്വേഷിക്കുക എന്നുള്ള അർത്ഥം, ഒരു കാര്യം അന്വേഷിക്കുക എന്നുള്ള അർത്ഥമാണ്. അന്വേഷിച്ചിട്ടില്ല. പോലീസ് ഹാവ് നോട്ട് ലുക്ക്ഡ് ഇൻ ടു. പോലീസ് ഈ ആരോപിക്കപ്പെടുന്ന കുറ്റകൃത്യങ്ങൾ ഉണ്ടോ എന്നുള്ളത് പോലീസ് അന്വേഷിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം അതേസമയം ആരോപിച്ചത്. ഇൻക്ലൂഡിങ് എന്നാൽ അടക്കം. സെക്ഷുവൽ അബ്യൂസ് ഓഫ് മൈനേഴ്സ്, പ്രായപൂർത്തിയാകാത്തവരെ ലൈംഗികമായിട്ട് ഉപയോഗിക്കുക, ചൂഷണം ചെയ്യുക. ആൻഡ് ഡ്രഗ് യൂസ്, മയക്കുമരുന്ന് ഉപയോഗം. മെൻഷൻഡ് ഇൻ ഹിസ് കംപ്ലയിൻറ്റ്, അദ്ദേഹം നൽകിയിട്ടുള്ള പരാതിയിൽ സൂചിപ്പിച്ചിട്ടുള്ള കുറ്റകൃത്യങ്ങളാണ് ഇതൊക്കെ. അതേസമയം അഭിഭാഷകനായിട്ടുള്ള ശ്രീജിത്ത് പെരുമന ആരോപിച്ചു, തൻ്റെ പരാതിയിൽ പരാമർശിച്ചിട്ടുള്ള പ്രായപൂർത്തിയാകാത്തവർക്ക് എതിരെയുള്ള ലൈംഗിക പീഡനം, മയക്കുമരുന്ന് ഉപയോഗം ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ, ഈ ആരോപണ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് പോലീസ് അന്വേഷണം നടത്തിയിട്ടില്ലെന്ന് പെരുമന ആരോപിച്ചു. ഇൻ എ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഹി സെഡ്, ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞു ഹി വുഡ് മൂവ്, അദ്ദേഹം സമീപിച്ചേക്കും. മജിസ്ട്രേറ്റ് കോടതി അദ്ദേഹം സമീപിച്ചേക്കും. സീക്കിംഗ്, ആവശ്യപ്പെട്ടുകൊണ്ട്. ടു ആൾട്ടർ എന്നാൽ അർത്ഥം ഭേദഗതി വരുത്തുക എന്നുള്ള അർത്ഥമാണ്. സീക്കിംഗ് ടു ആൾട്ടർ ദ എഫ്.ഐ.ആർ ഭേദഗതി ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചേക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ബൈ ഇൻക്ലൂഡിംഗ് റെലവൻറ്റ് സെക്ഷൻസ് ഓഫ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷുവൽ ഒഫൻസസ് പോക്സോ ആക്ട് ആൻഡ് ദ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ്. ഇതിനർത്ഥം ലഹരി പദാർത്ഥം എന്നുള്ള അർത്ഥം. നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട്, മയക്കുമരുന്നുകളും മനോവികാരത്തെ ബാധിക്കുന്ന ലഹരി വസ്തുക്കളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമം. ഇൻക്ലൂഡിംഗ് റെലവൻറ്റ് സെക്ഷൻസ്, ഇതിനർത്ഥം ബന്ധപ്പെട്ട വകുപ്പുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട്. ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ അദ്ദേഹം പറഞ്ഞു, പോക്സോ നിയമത്തിൻ്റെയും NDPS നിയമത്തിൻ്റെയും പ്രസക്തമായ വകുപ്പുകൾ എഫ്.ഐ.ആറിൽ ചേർക്കുന്നതിനായി അത് തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. NDPS എന്നതിൻ്റെ പൂർണ്ണരൂപം നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ്.